ഹലോ, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിങ്ങിനെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ബീച്ചിലേക്കാണ് വന്നത്. കുറേ കാലമായി ബീച്ചിലേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോവാണ്. ഇവിടെ വന്നപ്പോൾ വെള്ളം നല്ലോണം കര കയറിയിട്ടുണ്ട്. അപ്പോൾ വേലിയേറ്റുണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നേരെ പോയിട്ട് ഐസുറത്തി വാങ്ങി കഴിച്ചു. എല്ലാവരും വാങ്ങി കഴിച്ചു. പിന്നെ അതിന് ശേഷം അനിയത്തി എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ ഈ നോക്കുന്നത് എൻ്റെ കാലിൽ എന്തോ കുത്തി ആ മണലിന്. അതാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അല്ലാണ്ട് എൻ്റെ ഒന്നും കളഞ്ഞു പോയിട്ടൊന്നല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം കാലത്തിന് ശേഷം വന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന ടൈമിൽ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു. മൊത്തം അന്തരീക്ഷം ഒരു ശാന്തമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് തീരെ മഴയൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പോരുന്ന ടൈമിൽ എന്തോ സാധാരണ ബീച്ചിൽ വരുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യാറുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഒട്ടകത്തിനെ കണ്ടപ്പോൾ അനിയത്തിക്ക് തൊടണം എന്ന് പറഞ്ഞ് അച്ഛനവളെയും കൊണ്ട് അവരോട് പോയി ചോദിച്ചപ്പോൾ അവർ തൊട്ടോന്ന് പറഞ്ഞു. തൊട്ട് പിന്നെ ഞങ്ങളിതാ ബീച്ചിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുറച്ചധികം നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നത്. പോരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു മന്തി കഴിക്കാമെന്ന് നെഹ്ദിയിൽ കയറിയിട്ട്. അങ്ങനെ ഞങ്ങൾ നെഹ്ദിയിൽ കയറി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. കയറി വരുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് അവിടെ നിന്ന് എടുക്കണ്ട വിചാരിച്ചു. ഞങ്ങൾ കഴിക്കാനൊക്കെ കയറിയിരുന്നു. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ എപ്പോഴും നല്ല തിരക്കാണ് ഉണ്ടാവില്ല. രാത്രി ആയതുകൊണ്ട് അത്ര വലിയ തിരക്കില്ലായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോൾ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഭയങ്കര തിരക്കാണ്. നല്ല ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ് നെഹ്ദി. ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോരാണ് കേട്ടോ. നല്ല ലേറ്റ് ആയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. ഞങ്ങളിതാ ബൈപ്പാസിലൂടെ ഇങ്ങനെ വന്നുകൊണ്ട് അങ്ങനെ അവസാനം വീട്ടിലെത്തി. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.